ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനത്തിനും വില കൂടിയതാണ്. ഇപ്പം നമ്മളിപ്പോൾ കൂടാൻ ബാക്കിയുള്ളത് ഇപ്പം നമ്മുടെ ഈ ഓട്ടോറിക്ഷ, ടാക്സി, ബസ് ചാർജ് അങ്ങനെയൊക്കെ മാത്രമേ ഇപ്പം ഈ കൂട്ടാൻ നിലവിൽ ബാക്കിയുള്ളൂ. ബാക്കി കംപ്ലീറ്റ് സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ, ഡീസൽ, CNG എല്ലാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് പോയി നോക്കാം. ഞാൻ ഓടുന്ന ഓട്ടോ സ്റ്റാൻഡിൽ, മലപ്പുറത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം. എല്ലാ സാധനത്തിനും വില കൂടിയതല്ലേ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓട്ടോ ചാർജ് കൂട്ടണോ കൂട്ടണ്ടേ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു വിവരണം നമുക്ക് നടത്തിയിട്ട് വരാം. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് വരാം, സ്റ്റാൻഡിൽ പോയിട്ട് അവരുടെ നിന്ന് ചോദിച്ചിട്ട് എന്തൊക്കെയാ കാര്യങ്ങൾ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പകരം. ഓട്ടം നല്ല ഓട്ടമാണ്, പൈസ ചാർജ് കൂട്ടേണ്ട ആവശ്യമില്ല. ഡീസലിനൊക്കെ ഇനിയിപ്പോ ഒരു 5 റുപ്യ കയറിയാൽ ഇനിയും ഇതേ ലെവലിൽ പൊടിച്ചേക്കാം, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഓട്ടമുണ്ട്. ഇന്നലെ ഇപ്പൊ ഞാനിവിടെ മലപ്പുറത്തുനിന്ന് എന്താണ് ഗോവിന്ദാപുരം ഓട്ടം പോയി, കൊല്ലങ്കോട് കഴിഞ്ഞിട്ട് പാലക്കാട് തമിഴ്നാടിന്റെ ബോർഡർ. 4000 റുപ്യ ഓട്ടം കിട്ടി, വാടക കിട്ടി. അപ്പൊ ഞമ്മക്ക് ഡീസലിന് ഇനിയിപ്പോ 5 റുപ്യ കൂടിയാലും വിഷയമല്ല. ഓട്ടോറിക്ഷ നമ്മൾ 5-4 ലിറ്റർ എണ്ണല്ലേ അടിക്കുള്ളൂ. ഓട്ടം ഇല്ലാത്ത ദിവസം ചിലപ്പോ കുറവാവും. നമ്മള് ചാർജ് കൂട്ടണ്ടെന്നുള്ള അഭിപ്രായം. ഓട്ടോക്ക് ചാർജ് കൂട്ടണ്ട, ചാർജ് കൂട്ടിയ ആൾക്കാർ കയറൂല. അങ്ങനെ പ്രശ്നമുണ്ട്. ഈ ചാർജ് തന്നെ മതി, ഓട്ടം ഉണ്ടായാൽ ഈ ചാർജ് തന്നെ മതി. മിനിമം ചാർജ് 30 കിലോമീറ്റർ വെട്ടി കുറച്ചാൽ മതി. ഒരു കിലോമീറ്ററിന് 30 റുപ്യ അല്ലേ? പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പോ മിനിമം ചാർജ് 50 ആക്കിയാല് ആള് കേറൂല. അങ്ങനെ പ്രശ്നമുണ്ട്. നാളെ ആൾക്കാരെല്ലാം ഇവിടെ മലപ്പുറത്തേക്ക് ഇവിടെ വരാമോ? കൊല്ലങ്കോട്ട് കയറാണ്ട് അതിന് കേട്ടോ. ഗ്രൂപ്പിലാണ് വണ്ടി ഇവിടെ വന്നോ ഇവിടെ മുട്ടും. അമേരിക്കന്റെ അടുത്ത് കിട്ടിയേ കുറച്ച് മറന്നേക്കണ്ടേ? അതൊന്നും മറന്നു എന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ നമ്മക്ക് ഡീസലിന് ഈ ചാർജുമേലും പൈസ ബാലൻസ് വരും പറയാം. മിനിമം 50 ആക്കിയാല് കിലോമീറ്റർ ഈ ചാർജ് ഉണ്ടായാലും കുഴപ്പമില്ലാന്ന് പറയാം. ഓട്ടം ഉണ്ടെങ്കിലൊക്കെ പിടിച്ചു നിക്കാം. ഇയാൾക്ക് ചാർജ് കൂട്ടേണ്ടതുള്ള അഭിപ്രായം. അതിന് സ്ഥിരം ഓട്ടമുള്ള ആളുകളാണ്. അങ്ങനെയല്ല, ചാർജ് കൂട്ടുന്ന ആൾക്കാർ കയറുമോ? അപ്പൊ എന്താ ആക്കിയോ? പിന്നെ അത് 1.5 ആക്കിയല്ലേ? ഈ മിനിമം വിളിക്കുന്ന ആൾക്കാരൊക്കെ നടക്കും. അതിന് 1 കിലോമീറ്റർ വെട്ടി കൊടുക്കാം. 1 കിലോമീറ്ററിന് 30 റുപ്യ. 1 കിലോമീറ്റർ ചാർജ് കൂടാം. 1 കിലോമീറ്ററിന് 30. അങ്ങനെ ആകുമ്പോ നമ്മൾ ഈ മിനിമം 50 ആക്കണീന് ഏകദേശം തുല്യമായിട്ട് വരും. കിട്ടുമോ? അപ്പൊ കേട്ടില്ലേ, ഇതൊക്കെയാണ് നമ്മൾ ഓട്ടോമച്ചന്മാർക്ക് പറയാനുള്ളത്. അതായത് അവർ പറഞ്ഞു വരുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, മിനിമം ചാർജ് കൂട്ടണ്ട, മിനിമം ചാർജ് ഉള്ളത് തന്നെ മതി, അല്ലെങ്കിൽ മിനിമം ചാർജ് വേണ്ട. അങ്ങനെ 2 അഭിപ്രായമാണ്. മിനിമം ചാർജ് ഇത് മതി, എന്നിട്ട് ചാർജ് കിലോമീറ്ററിന് 30 റുപ്യ ആക്കുക എന്നുള്ളത്, 22.50 ഉള്ളത് 30 ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. അടുത്ത ടീമിൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മിനിമം ചാർജുള്ള സംഭവമേ വേണ്ട, കിലോമീറ്ററിന് 30 റുപ്യ. 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 15, 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 30 റുപ്യ, 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 60 രൂപ, അങ്ങനെ ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 300 രൂപ. അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തണം. അല്ലാതെ നമ്മളിത് മിനിമം ചാർജ് ഒരു 50 അല്ലെങ്കിൽ 40 ആയി കഴിഞ്ഞാൽ ഈ ചെറിയ നടത്തക്കാരുണ്ട്, നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഒന്നും നടന്നു പോകാനുള്ള ശ്രമത്തിലാവും എല്ലാവരും എത്തുക. ഓട്ടത്തിനെ ബാധിക്കുന്നതാണ് അവരുടെ പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം. എനിക്കും തന്നെ തോന്നുന്നത് ശരിയാണ്. അത് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടത്തിനെ അത് ബാധിക്കും. ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില ഇപ്പം എന്തായാലും കുറയ്ക്കില്ല. നമുക്ക് കിലോമീറ്ററിൻ്റെ ചാർജ് കൂട്ടാനുള്ള സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളവിടുത്തെ സ്റ്റാൻഡത്തെ വിവരം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് പറയണേ.